എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഞങ്ങൾക്ക് നന്നായി ഓർമ്മ വരുന്നുണ്ട്. എല്ലാത്തിന്റെയും പിതൃത്വം ഏറ്റെടുക്കുക. ഈ ഷൊർണൂരിൽ BJP ഒരു മലയും മറച്ചിട്ടില്ല എന്ന് നല്ലതുപോലെ ഞങ്ങൾ മനസ്സിലാക്കണം. ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചത് സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ? പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അത് ഇനി എട്ടുകാലി മമ്മൂഞ്ഞ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വല്ല പൊട്ടും പൊളിയും വന്നു കഴിഞ്ഞാൽ അത് ആ മുതൽ ക്ഷ വരെ കേന്ദ്രത്തിന്റെ ആണെന്ന് പറയുകയും നമ്മളെ സംബന്ധിച്ച് അറിയാതെ എയിംസ് വരുന്നതുമായി ബന്ധപ്പെട്ട് അത് പറഞ്ഞു, ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ പിന്നെയും ചർച്ച ചെയ്യാം. ഓക്കെ, അതിലിപ്പോ ആകെ ഒരു മന്ത്രി അല്ലേ ഉള്ളൂ, ഒരു അണു അല്ലേ ഉള്ളൂ ഇപ്പൊ അവിടെ. എവിടെ? സുരേഷ് ഗോപി മാത്രമല്ല, ജോർജ് കുര്യനും ഉണ്ട്. അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യം അടിസ്ഥാനപരമായി ഇതിന്റെ പേപ്പർ വർക്ക് പോലും അറിയാത്ത ഒരാളാണ് കേന്ദ്രമന്ത്രി. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ എയിംസിന് സ്ഥലം എടുക്കുമെന്ന് പറഞ്ഞിട്ട് എയിംസ് പ്രാബല്യത്തിൽ വരുത്തും പറഞ്ഞിട്ടല്ലോ അവിടെ ജനങ്ങൾ വോട്ട് വാങ്ങിയത്. ഇതിന്റെ അടിസ്ഥാനമായി ഒരു വർക്ക് പോലും അറിയാത്ത ഒരാളല്ലേ നിങ്ങൾ ഇതാക്കിയിട്ടുള്ളത്? വ്യക്തമായില്ല. മാത്രമല്ല കുടിവെള്ളം എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്താ ചോദ്യത്തിന്റെ കുഴപ്പം? എന്താ ചോദ്യത്തിന് കുഴപ്പം പറയൂ. നിങ്ങളത് പറഞ്ഞു എയിംസ്. ഞാൻ സംസാരിക്കട്ടെ, ഞാൻ ഉത്തരം പറയട്ടെ. ഞാൻ സംസാരിക്കട്ടെ. യുദ്ധം അമാരെ അണ്ടങ്കിരട്ട് കാര്യമാണ്. അവസാനം ക്യാപ്റ്റൻ കളത്തി വാള് വെക്കൂ. എയിംസുമായി ബന്ധപ്പെട്ട് തൃശ്ശൂരിലോ ആലപ്പുഴയിലോ കൊണ്ടുവരും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതിനാവശ്യമായ ഇതുപോലെ അറിയാത്ത ഒരാൾ എന്തിനാ എയിംസ് കൊണ്ടുവരും പറയുന്നു? എയിംസ് കൊണ്ടുവരും. നിങ്ങൾ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്താൽ എയിംസ് കേരളത്തിൽ വരും. അതല്ലേ പറയാ. ഞാനൊരു കാര്യം പറയട്ടെ. സുരേഷ് ഗോപി നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് മാറി നിങ്ങൾ ചർച്ച ചെയ്തോളൂ, ഞങ്ങളെ അനുവദിക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. ചോദിച്ച അദ്ദേഹം എയിംസ് അല്ലേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. കാതലായിട്ടുള്ള പ്രശ്നം കുടിവെള്ള പദ്ധതി പറഞ്ഞില്ലേ, മറുപടി പറഞ്ഞില്ലേ? സുരേഷ് ഗോപി കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് മന്ത്രിയാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് കേന്ദ്രത്തിന്റെ നയം എന്താണെന്ന് പറയാനാണ് സാധിക്കുക. ഇവിടെ കേരളത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള 19 MP-മാരുണ്ട്. ഇവരോട് ആരോട് നിങ്ങൾക്ക് ഈ ചോദ്യം ഒന്നും ചോദിക്കാനില്ല. ആകെ ഒരു ചോദ്യം ചോദിക്കാൻ കൊള്ളാവുന്ന ഒരാൾ സുരേഷ് ഗോപി മാത്രമേ ഉള്ളൂ. സുരേഷ് ഗോപി അതിന്റെ നിയമം പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് വളരെ വിപരീതമാണ്. അതായത് എയിംസ് വരണമെങ്കിൽ 200 ഏക്കർ കണ്ടിന്യൂസ് ലാൻഡ് വേണം. അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് കൊടുത്താൽ കോഴിക്കോട് 200 ഏക്കർ ഭൂമി ഉണ്ടോ? സർ, കോഴിക്കോട് 200 ഏക്കർ ഭൂമി ഉണ്ടോ? നിങ്ങൾ പറയൂ. 200 ഏക്കർ ഭൂമി ചർച്ചയിൽ ഉറപ്പ് കൊടുക്കാൻ പറ്റും. 200 ഏക്കർ സ്ഥലമുണ്ട് കോഴിക്കോട്. അതല്ല ഉദ്ദേശം, ഞാൻ മാറി. കോഴിക്കോട് 200 ഏക്കർ സ്ഥലമുണ്ടോ? ശംഖു പറഞ്ഞ മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ് കോഴിക്കോട് സ്ഥലമുണ്ട്. 200 ഏക്കർ ഉണ്ടോ എന്ന് പറയൂ. 200 ഏക്കർ ഉണ്ട്. അതുകൊണ്ടല്ല മുഖ്യമന്ത്രി പറഞ്ഞത്. എവിടെ? കോഴിക്കോട്. എവിടെയെന്ന് വെച്ച സ്ഥലം അക്യുറേറ്റ് ആയിട്ട് പറയാറില്ലേ? അസത്യം, ഇത്രയും നിർലജ്ജമായിട്ട് അസത്യം ചാനലിൽ വന്നിരുന്ന് നുണ പറയാൻ എങ്ങനെ സാധിക്കുന്നു? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു കാര്യം. ഇതിന്റെ റിപ്പീറ്റ് ടെലികാസ്റ്റ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ? ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ഇതിപ്പോ കേൾക്കുമ്പോൾ ആളുകൾക്ക് തോന്നുന്നത് ഏതാണ്ട് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഞങ്ങൾക്ക് നന്നായി ഓർമ്മ വരുന്നുണ്ട്. എല്ലാത്തിന്റെയും പിതൃത്വം ഏറ്റെടുക്കുക. അടിസ്ഥാന സൗകര്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഗതാഗതം. അടിസ്ഥാന സൗകര്യത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നതാണ്. സത്യമാണോ ഈ പറയുന്നത്? അല്ലാതെ ഇവിടെ പാലക്കാട് ജില്ലയിൽ ഞാൻ പറയുന്നത് ഇന്ത്യയിലെ അങ്ങനെ എന്തെങ്കിലും പറയുന്നതല്ല. നിങ്ങൾ പറയുന്നത് ശരിയും മറ്റുള്ളവർ പറയുന്നത് എന്തെങ്കിലുമായി കാണരുത്. എനിക്കതല്ല, തലക്കോളം കഴിഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ് റെയിൽവേ. ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള സ്ഥാപനമാണ് റെയിൽവേ. ആ റെയിൽവേയുടെ ഭാഗമായി ഇന്ത്യയിലാകെ നടക്കുന്ന വികസനത്തിന്റെ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷന്റെ പ്രവർത്തനത്തിന്റെ തുടർച്ച എന്ന നിലയിൽ ഈ ഷൊർണൂരിൽ BJP ഒരു മലയും മറച്ചിട്ടില്ല എന്ന് നല്ലതുപോലെ ഞങ്ങൾ മനസ്സിലാക്കി. ഷൊർണൂരിൽ ഒരു വലിയ മറ്റേ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു വലിയ പദ്ധതി ഉണ്ടായിരുന്നു. എന്താ?
ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷൻ. അത് പറഞ്ഞു കഴിഞ്ഞു. അതെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്രൊജക്ട് ആയിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷൻ ഷൊർണൂർ. എന്റെ BJPക്ക് ഷൊർണൂരിനോട് ഇത്ര വലിയ പ്രേമമാണെങ്കിൽ അതിനൊരു പൊടി പോലും മുന്നോട്ട് നിൽക്കാൻ വേണ്ടി കഴിയാതിരുന്നത്, പാലക്കാട് കോച്ച് ഫാക്ടറി എന്റെ ഒരു പൊടി പോലും മുന്നോട്ട് നിൽക്കാൻ വേണ്ടി കഴിയാതിരുന്നത്, ഇതൊന്നും ചെയ്യാതെ വെറുതെ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പോലെ ഞങ്ങളാണ് ഇതിന്റെ എല്ലാം പിതാക്കന്മാർ എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, അതൊരു ആഭാസത്തരമാണ്. അല്ലാതെ BJP എന്താണ് ഈ പാലക്കാട് ജില്ലയിലും ഈ ഷൊർണൂരിൽ നൽകിയിട്ടുള്ളത്? BJP പ്രതിനിധി ഒന്ന് വ്യക്തമാകട്ടെ. പട്ടാളം പൊന്നാനി മംഗലം വിട്ടു പോവുക. ചർച്ചയിൽ അദ്ദേഹം വൈകിട്ടാണ് വന്നത്. അതുകൊണ്ട് അദ്ദേഹം ആദ്യം പറഞ്ഞ ട്രയാങ്കുലർ റെയിൽവേ സ്റ്റേഷനെ പറ്റി കേട്ടിട്ടില്ല. അദ്ദേഹം വൈകിയാണ് വന്നത്. ശരി, അങ്ങ് പറയുന്നു ഞങ്ങൾ എട്ടുകാലി മമ്മൂഞ്ഞിന്റെ സ്വഭാവം കാണിക്കുകയാണ്, റെയിൽവേ സ്റ്റേഷന്റെ ക്രെഡിറ്റ് സർക്കാർ അടിച്ചു മാറ്റുന്നു. അങ്ങ് ലളിതമായി പറയൂ, ഈ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിച്ചത് സംസ്ഥാന സർക്കാരാണോ കേന്ദ്ര സർക്കാരാണോ? ഇവിടെ പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല, അതോ കേന്ദ്ര സർക്കാർ ഇവിടെ LDF ഗവൺമെന്റ് നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ അത് അടിസ്ഥാന വികസന സൗകര്യത്തിന്റെ ഭാഗം. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ചോദിച്ചവർ എന്നെ ചോദിക്കരുത്. അതെ, ശരി. ഇനി ശ്രീ അനിൽ നമ്പ്യാർ, ഒരൊലക്ക കിട്ടുമോ? ഒലക്കയോ? ശ്രീ അനിൽ നമ്പ്യാർ, ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിന് കീഴിലാണ്. റെയിൽവേ വികസിപ്പിച്ചത് കേന്ദ്ര സർക്കാരാണ്. അമൃത് സ്റ്റേഷൻ പദ്ധതിയാണ്. ഇനി എട്ടുകാലി മമ്മൂഞ്ഞ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നാഷണൽ ഹൈവേയുടെ പണി നടക്കുന്ന സമയത്ത് എവിടെയെങ്കിലും വല്ല പൊട്ടും പൊളിയും വന്നു കഴിഞ്ഞാൽ അത് ആ മുതൽ ക്ഷ വരെ കേന്ദ്രത്തിൻ്റെ ആണെന്ന് പറയുകയും പണി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഉദ്ഘാടനത്തിന് ഞങ്ങളെ വേദിയിലിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾ ബഹിഷ്കരിക്കുമെന്ന് പറയുകയും ഈ റോഡ് മുഴുവൻ ഞങ്ങളുടെ അതുകൊണ്ട് റീൽസ് എടുക്കുകയും ചെയ്യുന്നില്ലേ? ആ പണിയുടെ പേരാണ് എട്ടുകാലി മമ്മൂഞ്ഞിസം. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ താ കേൾക്കണത്? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ പറഞ്ഞു കൊടുക്കണം എന്നെ പറ്റി. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.